ഈ ഗ്രഹങ്ങളിൽ സംഭവിക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ശാസ്ത്രം പ്രപഞ്ചത്തിലെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ആ ഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റേതായ കഥകൾ പറയാനുണ്ടാവും. കല്ലും ഗ്ലാസും മഴയായി പെയ്യുന്ന ഗ്രഹങ്ങൾ മുതൽ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഗ്രഹങ്ങൾ വരെ ഈ അനന്തമായ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെ ചില ഗ്രഹങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. CROT-7b ഭൂമിയിൽ നിന്ന് 480 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. മെർക്കറിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തേക്കാൾ 23 ഇരട്ടി അടുത്താണ് ഈ ഗ്രഹം അതിൻ്റെ സൂര്യനിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഴയായി പെയ്യുന്നത് കല്ലുകളാണ്. ഈ ഗ്രഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സൂര്യനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ടെമ്പറേച്ചർ 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചറിൽ കല്ലുരുകി നീരാവിയായി മാറുന്നു. എന്നാൽ ഈ ഗ്രഹത്തിൻ്റെ മറ്റു വശത്തെ ടെമ്പറേച്ചർ 213 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു വശത്ത് നിന്ന് കല്ലുകൾ നീരാവിയായി മാറി അന്തരീക്ഷത്തിലെത്തുകയും പിന്നീട് റോക്ക് ക്ലൗഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ മേഘങ്ങൾ ഗ്രഹത്തിൻ്റെ തണുത്ത വശത്തെത്തുകയും പിന്നീട് ഈ ഭാഗത്തെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് കല്ലുകളായി പെയ്യുന്നു. ചില ശാസ്ത്രജ്ഞന്മാർ ഈ ഗ്രഹത്തെ നരകത്തിന് സമാനമായാണ് കാണുന്നത്. HD 189773b ഭൂമിയിൽ നിന്ന് 63 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ജുപ്പിറ്ററിനേക്കാൾ വലിപ്പമുള്ള ഈ ഗ്രഹം സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ ആ സൗന്ദര്യത്തിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കേറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ ഗ്രഹത്തിലെ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 8690 കിലോമീറ്ററാണ്. അതായത് സൗണ്ടിനേക്കാൾ 7 ഇരട്ടി വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. ഏറ്റവും ഭയാനകമായ കാര്യം, ഇവിടെ മഴയായി പെയ്യുന്നത് ഗ്ലാസ് ആണ്. അതും മുകളിൽ നിന്ന് താഴേക്കല്ല, മറിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കാണ് ഇവിടെ മഴ പെയ്യുന്നത്. ഇവിടെ വീശുന്ന അതിശക്തിയേറിയ കാറ്റാണ് ഇങ്ങനെ ഇവിടെ മഴ പെയ്യാൻ കാരണം. എന്നാൽ ഈ ഗ്രഹത്തിലെ കാറ്റിൻ്റെ വേഗത HD 1189733b എന്ന ഗ്രഹത്തിലെ കാറ്റിൻ്റെ വേഗതയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. മണിക്കൂറിൽ 35,000 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്. അതായത് സെക്കൻഡിൽ 10 കിലോമീറ്റർ സ്പീഡിൽ. സൗണ്ടിനേക്കാൾ 29 ഇരട്ടി വേഗതയുണ്ട് ഇവിടുത്തെ കാറ്റിന്. ഭൂമിയുടെ ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വേഗതയേറിയ കാറ്റ് 1999 അമേരിക്കയിലെ ഒക്ലഹോമയിൽ വീശിയ കാറ്റാണ്. മണിക്കൂറിൽ 484 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ വേഗത. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാവുന്നതാണ് 35,000 കിലോമീറ്റർ സ്പീഡിൽ വീശുന്ന കാറ്റിൻ്റെ ആ ഭയാനക രൂപം. ഡയമണ്ട് പ്ലാനറ്റ് 2004 ഈ ഗ്രഹം കണ്ടെത്തിയത്. 55 കാൻക്രി അഥവാ ഡയമണ്ട് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഈ ഗ്രഹം ഭൂമിയേക്കാൾ 8 ഇരട്ടി ഭാരമുള്ളതാണ്. ഭൂമിയിൽ നിന്ന് 40 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. 2011 ഈ ഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ റിച്ച് മെറ്റീരിയൽസ് കൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ഈ ഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്ന കാർബൺ പിന്നീട് GJ1214b ഭൂമിയേക്കാൾ 6 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണിത്. പസഫിക് ഓഷൻ ഈ ഗ്രഹത്തിലായിരുന്നുവെങ്കിൽ അത് നമുക്ക് ഒരു നദിയായി അനുഭവപ്പെട്ടാനെ. ഭൂമിയുടെ 70% വെള്ളമാണെങ്കിലും വെറും 0.05% മാത്രമേ വെള്ളം ഭൂമിയുടെ ഭാരത്തിന് കാരണമാകുന്നുള്ളൂ. എന്നാൽ GJ1214bയുടെ കാര്യത്തിൽ 10% ഭാരത്തിന് കാരണം വെള്ളമാണ്. ഈ ഗ്രഹത്തിലെ സമുദ്രങ്ങൾക്ക് 100 കിലോമീറ്ററോളം ആഴമുണ്ട്. ഭൂമിയിലെ സമുദ്രങ്ങൾ വെറും 11 കിലോമീറ്റർ ആഴമുള്ളതാണ്. ഈ ആഴങ്ങളിൽ തന്നെ ഇതുപോലെ പേടിപ്പെടുത്തുന്ന പല ജീവികളുമുണ്ട്. അപ്പോൾ GJ1214bയുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്നത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഈ ഗ്രഹത്തിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് വെള്ളം I7 എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ഐസ് പോലെ തണുത്തതല്ല, വെറും സോളിഡ് ഫോം മാത്രമാണ്. J1407b സാറ്റേൺ ഓൺ സ്റ്റെറോയിഡ് ഓർ സൂപ്പർ സാറ്റേൺ എന്നറിയപ്പെടുന്ന ഈ ഗ്രഹം 434 ലൈറ്റ് ഇയേഴ്സ് അകലെ സെൻറ്റാറിയസ് കോൺസ്റ്റലേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ സാറ്റേൺ പോലെ റിങ്സ് ഉള്ള മറ്റൊരു ഗ്രഹം ഇതാണ്. സാറ്റേൺ ഗ്രഹത്തിനുള്ള റിങ്സിനേക്കാൾ 640 ഇരട്ടി റിങ്സ് ഇതിനു ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രഹത്തെ സാറ്റേൺ ഓൺ സ്റ്റെറോയിഡ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ റിങ്സിൻ്റെ ഗ്യാപ്പിൽ മാർസിൻ്റെ സൈസുള്ള മൂൺസ് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വിചിത്രമായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റു കണ്ടുപിടുത്തങ്ങളും ഒരു വീഡിയോയിൽ ഒരിക്കലും ഒതുക്കാൻ സാധിക്കില്ല. നമ്മുടെ അറിവുകൾക്കുമപ്പുറം ഒരു ലോകമുണ്ടെന്നോർത്ത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം പ്രപഞ്ചത്തിലെ പുതിയ വിസ്മയങ്ങൾക്കായി. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണും അമർത്തുക.